ഹലോ ഗായ്സ്, എൻ്റെ ബ്ലോഗിലേക്ക് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. മുരിങ്ങക്കോലും മുരിങ്ങയിലയാണ് വിഷയം. അപ്പോൾ മുരിങ്ങക്കോല് കുറച്ച് ഈ മരത്തിൻ്റെ ഇലയൊക്കെ ചാടിക്കണം. ചില മരങ്ങളിൽ കേട്ടോ, എല്ലാ മരത്തിൻ്റെയും അല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇഷ്ടം മാതിരി മുരിങ്ങക്കോലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏണി വെച്ചിട്ട് വേണം കയറാൻ. എന്നിട്ട് വേണം പറിച്ച് കുറച്ച് ഇലയും പറിച്ച് നമുക്ക് ഇല കൊണ്ട് തോരനും കായും പരിപ്പിട്ടിട്ടൊരു ഇതും. അങ്ങനെ ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ ഏണി വെച്ച് കയറുകയാണ്. അങ്ങനെ കുറച്ച് കായ് ഞാൻ ആദ്യമേ പറിച്ച് വെച്ചിക്കണം കേട്ടോ. പിന്നെ അതും ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് പറിച്ചിങ്ങാണ്ട് വരുമെന്ന് നിങ്ങൾ കണക്കൂട്ടുണ്ടാവും. കുറച്ചാളെ പറിച്ച് വെച്ചിക്കണം. അപ്പോൾ ആ മുരിങ്ങക്കായ് പറിച്ച് ബാക്കിയുള്ളതും പറിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങിയിട്ട് വേണം ഞാൻ അടുത്ത് കുറച്ച് ഏലിയും കൂടി പറിക്കണം. അപ്പോൾ പ്രിയമുള്ളവരോട് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ പറയുക, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മുരിങ്ങക്കായ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക കേട്ടോ. മുരിങ്ങക്കായ് ഇഷ്ടമാതിരി എൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് വിൽക്കലാണ്. ഇപ്പോൾ വിൽക്കാൻ മാത്രം കിട്ടണില്ല. ഇതിമൊക്കെ കുറച്ച് ഇല കൊഴിഞ്ഞു പോയതുകൊണ്ട് കായില്ല, ചിലതുമ്മ കായില്ല. അപ്പോൾ കായുണ്ടെങ്കിൽ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അത്യാവശ്യം നമ്മളെ കാര്യങ്ങൾ നടക്കും. അതാണ് മുരിങ്ങക്കോൽ കേട്ടോ. അപ്പോൾ മുരിങ്ങക്കോൽ ഇഷ്ടം, ഇല ഇഷ്ടമുള്ളവർ. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇല ഞങ്ങൾ ഉണക്കി കുപ്പി പാത്രങ്ങളിൽ നിറച്ച് വെക്കലാണ്, ബൈലറിൽ ഇതിലൊക്കെ. കാരണം ഇവർ ചായ കുടിക്കണ മാതിരി ഇത് തിളപ്പിച്ച് കുടിക്കും. നല്ല ടേസ്റ്റാട്ടോ കുടിക്കാൻ. എല്ലാവരും നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോള്, ഷുഗറൊക്കെ നിയന്ത്രിക്കുന്നതാണ് പറയണത്. പിന്നെ ഇവർ ഇല കഴിക്കലില്ല കേട്ടോ. ഇല പച്ചയ്ക്ക് നമ്മൾ തിന്നണ മാതിരി കഴിക്കലില്ല. നമ്മളവിടെയൊക്കെ ഇത് കഴിക്കും. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെ പറിച്ചിങ്ങാണ്ട് ഈ പ്രസവിച്ചോലൊക്കെ തിന്നുന്ന സാധനമാണ്. അതിനായിട്ട് അതേ തിന്നുള്ളൂ. പിന്നെ ഇതൊരു മരം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കറിക്കൊരു പ്രശ്നമില്ല കേട്ടോ. മുരിങ്ങൻ്റെ തോരനും അതിൻ്റെ പരിപ്പും മുരിങ്ങക്കോലും ഇട്ട് കറിയും വെക്കാം. അപ്പോൾ പ്രിയമുള്ളവരോട് ആദ്യമായിട്ട് പറയണത്, രണ്ടാമതായിട്ട് പറയുക എന്താണെന്ന് വെച്ചാൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുരിങ്ങൻ്റെ ഇല, ഇത് ഇല നല്ലോണമുള്ളൊരു മരമാണ് കേട്ടോ. ഇഷ്ടം മരമുണ്ട്. ഈ മരത്തിൻ്റെ വലുപ്പം ഞാൻ കാട്ടി തരാം കേട്ടോ. ഇതൊന്ന് കുറച്ചുകൂടെ പറിച്ചോട്ടെ. അപ്പോൾ ഈ മുരിങ്ങൻ്റെ ഇല കൊണ്ട് വളരെയധികം ഹെൽത്തിയാണ്, നല്ല സാധനമാണ് തിന്നാൽ. ഇതിന് വലിയ പണിയൊന്നുമില്ല. ലേശം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് എന്താണെന്ന് വെച്ചാൽ ഇടുക, വെളുത്തുള്ളി 2 പൊട്ടിച്ചിടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇല കഴുകിയിട്ട് കുറഞ്ഞ വെള്ളം മതി കേട്ടോ, അധികം വെള്ളം വേണ്ട. എന്നിട്ട് അങ്ങോട്ട് ഇത് ഓരോന്നായി എടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ആ ചട്ടിയിലിട്ടൊന്നുകൊണ്ട് ഇളക്കിയാൽ നല്ലൊരു തോരനായി വരും. ചെറിങ്ങനെ വെള്ളം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ നമ്മളെന്ത് ചെയ്യുക, അടച്ചു വെക്കുക. അത്ര പണിയുള്ളൂ. നിങ്ങൾക്ക് കൊളസ്ട്രോൾ, ഷുഗറൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഔഷധം നിറഞ്ഞ സാധനമാണ് മുരിങ്ങൻ്റെ ഔഷധം. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും, ഗൂഗിളിൽ അടിച്ചാലും മതി. ഈ മരത്തിൻ്റെ പച്ചപ്പും നല്ല കൊഴുത്ത ഇലയാണ്, അടിപൊളി ഇലയാണ്. അപ്പോൾ ഞാൻ കായ് പറിച്ചു കൊടുത്ത് ഇല ചാടിക്കൊണ്ട് നിൽക്കണം. എന്താണെന്ന് അറിയില്ല, വെള്ളം കുറവാണോ എന്താണെന്ന് അറിയില്ല. ഇതിന് കുറച്ച് വെള്ളം കൂടുതലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മുരിങ്ങക്കായ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയോ, മുരിങ്ങ ഇല തിന്നുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ഓരോരോ മുരിങ്ങക്കൊമ്പൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കിപ്പോയി. വെറുതെ മറ്റേ മരുന്നടിച്ച പച്ചക്കറി തിന്നാൻ നിൽക്കണ്ട. നല്ല സാധനമാണ്. നമ്മൾ വളപ്പിൻ്റെ കുറഞ്ഞ വളപ്പാണെങ്കിൽ അവിടെ 2 കല കുഴിച്ചിട്ടാൽ ഈ മരത്തിൻ്റെ വണ്ണം ഒരാൾ പിടിച്ചാൽ ഒതുങ്ങൂല, അത്ര വണ്ണം വെച്ചിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ വെട്ടിക്കൊടുക്കും, അതുകൊണ്ടാണ് നല്ല ഇല ഉണ്ടാകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മുരിങ്ങക്കോലിൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരുപാട് പറയാനുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, അടിപൊളി ഇലയാണ് കേട്ടോ. വെറൈറ്റി ഫുഡാണ്. അപ്പോൾ
മുരിങ്ങക്കോൽ ഇഷ്ടം. അടിപൊളി. അപ്പോൾ പ്രിയമുള്ളവരെ മുരിങ്ങൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന തോരവും കറിയും നിന്ന് നമ്മൾ വിളമ്പും. അപ്പോൾ മുരിങ്ങക്കോല് കൊണ്ടൊരു ഔഷധമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ പോകുകയാണെന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. വീഡിയോ കുറച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രിയമുള്ളവർ, ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ല ആണ്. ഈ സാധനം ഞാൻ ആടുകൾക്ക് വെട്ടി കൊടുക്കാറുണ്ട്. ആടുകൾക്ക് നല്ല പാല് വർദ്ധിക്കും, കുട്ടികളൊക്കെ നല്ല ഉഷാറായി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ആടുകൾക്കും കൊടുക്കാനുള്ളതാണ്. ഇവിടെ നമ്മളുടെ അടുത്ത് 40-45 മരങ്ങളുണ്ട്. അതിൽ നിന്ന് ഇല പൊട്ടിച്ച് ആടുകൾക്കും കൊടുക്കാറുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ ഇതിൻ്റെ ഔഷധങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെയധികം നല്ലതാണ്. നമ്മൾ ഭക്ഷിച്ചാൽ നമുക്ക് നല്ല കണ്ണിന് കാഴ്ചയും തലച്ചോറിന് വെളിയുമുണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാവരും കഴിക്കുക, ശ്രമിക്കുക. വീഡിയോ നീളുന്നത് എന്തിനാണെന്നറിയോ? ഇതിൻ്റെ മരത്തിൻ്റെ ഉഷാറുകൾ കാണാൻ വേണ്ടിയാണ്. ഇതാണ് മരം. അപ്പോൾ ഈ മരത്തിൻ്റെ വലിപ്പം കണ്ടോളൂ. നല്ല അടിപൊളി മരമാണ്. ഈ മരം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് കൊണ്ടൊന്നുണ്ടാക്കിയതാണ്. അപ്പോൾ മരത്തിൻ്റെ വണ്ണം, മരത്തിൻ്റെ ഹൈറ്റ്, വെയിറ്റ് അടിപൊളി മരമാണ്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മുരിങ്ങക്കായും ഇഷ്ടമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മളെ പച്ചപ്പ് നിറഞ്ഞ മുരിങ്ങ മരം കേട്ടോ. അപ്പോൾ വെറുപ്പിച്ചാണെന്ന് വിചാരിക്കണ്ട. എനിക്ക് വീഡിയോ 5 കുറച്ച് നേരം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രിയമുള്ളവർ, ഇതിൻ്റെ ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, കറി ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ മരം ഇതാണ് നമ്മളെ കറ്റാർവാഴ. ഇത് നമുക്ക് നല്ല ജില്ലുണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ നമ്മളെ കറ്റാർവാഴയും കണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നല്ലതാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരും. ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്.